പട്ടിക എവിടെ? ഒറ്റ സ്ഥാനാർത്ഥിത്വത്തിലാണ് തട്ടി നിന്നതെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടവരാണ് ഇവർ. നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല. അതിനേക്കാളേറെ സങ്കടം എന്താണെന്നറിയാമോ? ഇന്ന് കേരളത്തിലെ ഈ 40 സ്ഥാനാർത്ഥികളുടെയും നിയോജക മണ്ഡലങ്ങളുടെ 2 ലാപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു CPM സ്ഥാനാർത്ഥികളുടെ പ്രചരണ റാലി. 2 ലാപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വേലിക്കെട്ടിനുള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് CPM സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാണാൻ വിധിക്കപ്പെട്ട പ്രവർത്തകരെയും അണികളെയും ഓർത്താണ് എനിക്ക് സങ്കടമുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അധികാരം ദുഷിപ്പിക്കുമെന്ന് ലോർഡ് ആക്ടൺ പറഞ്ഞത് ശരിയാണ്. ദുഷിപ്പിക്കാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷേ ഈ പട്ടിക നോക്കുമ്പോൾ വളരെ കൗതുകമാണ് എനിക്ക് വരുന്നത്. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നൊരു പട്ടിക കാണുന്നത്. ഇന്ന് VD സതീശൻ എന്താ പറഞ്ഞത്? മാധ്യമപ്രവർത്തകരോട് വളരെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു, വേണോ വിസ്മയം, ഇനിയും വേണോ വിസ്മയം എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് എണ്ണി നോക്കിയപ്പോൾ പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ ഒരു വിസ്മയമാണ്, തളിപ്പറമ്പിൽ വിജിൽ മോഹൻ ഒരു വിസ്മയമാണ്, അമ്പലപ്പുഴയിൽ ഷാനു ഭൂട്ടോ ഒരു വിസ്മയമാണ്, BJPയിലേക്ക് പോയ ജോബ് ഒരു വിസ്മയമാണ്, കുട്ടനാട്ടിൽ സജി ജോസഫ് ഒരു വിസ്മയമാണ്, ഏറ്റുമാനൂരിൽ ജോസഫ് C. മാത്യു ഒരു വിസ്മയമാകാൻ പോകുന്നു, ജോസഫ് വാഴയ്ക്കൻ ഒരു വിസ്മയമാകാൻ പോകുന്നു, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സംഘം തെരുവിലിറങ്ങി ഇപ്പോൾ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നു, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം നടത്തിയ ജില്ലാ നേതൃത്വം വിസ്മയമായിരുന്നു, തൽക്കാലം ഒന്നടങ്ങിയിട്ടുണ്ട്. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയും KPCC അധ്യക്ഷൻ്റെ അടക്കം കോലം കത്തിക്കുകയും ചെയ്ത മണ്ഡലം പ്രസിഡന്റുമാർ മറ്റൊരു വിസ്മയമായിരുന്നു. അലോഷ്യസ് സേവ്യർ രാജി സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിസ്മയം തീർത്തിട്ടുണ്ട്. ഇനിയും വേണോ വിസ്മയം? ഇതൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ പറഞ്ഞു. അതെ, അലോഷ്യസ് സേവ്യർ രാജി വെച്ചു, രാജി പിൻവലിച്ചു. എന്താ കാരണം? എന്താ രാജി വയ്ക്കാനുള്ള കാരണം? 2 ഇടങ്ങളിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് ഇടുക്കിയിൽ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ റോയ് പൗലോസ് അടഞ്ഞു. അപ്പോൾ അലോഷ്യസ് സേവ്യറിനെ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് എങ്ങോട്ട് വിട്ടു? പൂഞ്ഞാറിലേക്ക് വിട്ടു. പൂഞ്ഞാറിൽ ചെല്ലുമ്പോൾ പൂഞ്ഞാറിൽ വരുന്നു മുദ്രാവാക്യം, ഇവിടെയും ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. കേരളത്തിൽ എടുക്കാച്ചരക്കായി ഒരു KSU അധ്യക്ഷൻ മാറുന്ന ഒരു അവസ്ഥയുണ്ടായത് എങ്ങനെയാണ് സ്മൃതി? ഇതാണ് വിസ്മയം. അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ടോ? ഒരു യുവജന സംഘടനയുടെ നേതാവിന് ഇതേ പരിഗണന നൽകിയാൽ മതിയോ? കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ കോൺഗ്രസ് നേതാക്കൾക്ക് എവിടെയാണ് നിങ്ങൾ അവരെ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, റീസണബിൾ ക്ലെയിമാണ്. റീസണബിൾ ക്ലെയിമുള്ള എത്രയോ പേരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, അധികമാരും ചർച്ച ചെയ്യാതെ പോയതാണ്. ഒറ്റപ്പാലത്ത് ഒരു ഹരിഗോവിന്ദ മാഷുണ്ട്, അറിയാമോ? P. സരിന് അന്ന് ഒറ്റപ്പാലം 2016 ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്ന് ഹരിഗോവിന്ദ മാഷാണെന്ന് അവിടെ ക്ലെയിം ഉള്ളത്. അവിടെ ഒരു തരത്തിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്താത്ത മനുഷ്യനാണ് ഹരിഗോവിന്ദ മാഷ്. ആ ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യുവൻസി ഹരിഗോവിന്ദ മാഷിനുള്ളതായിരുന്നു. അന്ന് സരിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലടക്കം സരിൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി. ഹരിഗോവിന്ദ മാഷിന് കൊടുക്കേണ്ടിയിരിക്കുന്ന സീറ്റ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? PK ശശിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത് നീതിയുക്തമാണോ? ഒടുവിൽ ഹരിഗോവിന്ദ മാഷ് പിണങ്ങിയില്ല. ഹരിഗോവിന്ദ മാഷ് വേദനയോടെ വലിയ വിജയസാധ്യതയില്ലാത്ത ഷൊർണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുക. ഇത് അനീതിയല്ലേ ഒരർത്ഥത്തിൽ?